എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ലാസ്റ്റ് ലെസണിലേക്ക്, ലെസൺ നമ്പർ 8. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. AC ജനറേറ്റർ ഓർ സംടൈംസ് വി കോൾ ഇറ്റ് ഓൾട്ടർനേറ്റേഴ്സ്. ഒരു AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ ഒരു ഫംഗ്ഷനിങ്ങുമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതിനെ തുടർന്ന് വി ആർ ഗോയിങ് ടു ഡു എ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലം ഓൾസോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്താണ് ഒരു AC ജനറേറ്റർ? AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് അടുത്ത ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ജനറേറ്ററിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമാണ് കാണുക. നമുക്കറിയാം ജനറേറ്റർ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡീസൽ ജനറേറ്റർ അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിച്ചോ കെറസിൻ ഉപയോഗിച്ചോ ഉപയോഗിക്കുന്ന ജനറേറ്റർ കണ്ടിട്ടുണ്ടാവും. യു ഹാവ് ടു റൊട്ടേറ്റ് ആൻ ആർമേച്ചർ കോയിൽ. കറക്കാനായിട്ട് മെക്കാനിക്കൽ എനർജി വേണം. അത് കറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. അപ്പോൾ എല്ലാ ജനറേറ്ററും അല്ലെങ്കിൽ AC ജനറേറ്റർ ചെയ്യുന്നത് ഇറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടർബൈൻ കറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണെങ്കിൽ അതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനായി. നാഫ്തയോ കൽക്കരിയോ കത്തിച്ച് സ്റ്റീം ഉണ്ടാക്കി സ്റ്റീം കൊണ്ടാണ് ടർബൈൻ കറക്കുന്നതെങ്കിൽ അതൊരു തെർമൽ പവർ പ്ലാന്റ് ആയി. ഹീറ്റ് എനർജി കിട്ടാനായിട്ട് കെമിക്കൽ എനർജി ഫ്യൂവൽ ബേൺ ചെയ്തു. അതല്ല, യുറേനിയം പോലുള്ള ന്യൂക്ലിയർ ഫ്യൂവല് ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ഹീറ്റ് എനർജി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സ്റ്റീം ഉണ്ടാക്കി ടർബൈൻ കറക്കുന്നതെങ്കിൽ അതൊരു ന്യൂക്ലിയർ പവർ റിയാക്ടറായി. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് അടുത്ത് കൂടംകുളത്തുള്ളത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ ഏത് ജനറേറ്ററിലും മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷനിങ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്ന് കാണാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമേ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഒറ്റ വാചകത്തിൽ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ AC ജനറേറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. യു ഹാവ് എ കോയിൽ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഒരു കോയിലുണ്ട്. റെക്ടാങ്കുലറോ സർക്കുലറോ ഒരു പ്ലാനർ കോയിൽ. ആ കോയിലിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൽ കറക്കിയാൽ, if you rotate a coil in a direction with about an axis perpendicular to the magnetic field, coil കാണുന്ന ഫ്ലക്സ് സൈനുസോയിഡലി വേരി ചെയ്യും. അതിനനുസരിച്ചിട്ട് അവിടെ ഒരു സൈനുസോയിഡലി വേരി ചെയ്യുന്ന ഒരു EMF ഉണ്ടാകും. An AC generator works on the principle of electromagnetic induction. When a coil is rotated with a constant angular speed about an axis perpendicular to a uniform magnetic field, the flux through the coil varies sinusoidally with the time, and this induces a sinusoidally varying EMF in the coil. So, ഒരു AC ജനറേറ്ററിന്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുക. നിങ്ങൾക്ക് കാണാം, ഇതിനെയാണ് നമ്മൾ ആർമേച്ചർ കോയിൽ എന്ന് വിളിക്കുക. ഇവിടെ റെക്ടാങ്കുലർ ഷേപ്പിലാണ്. ആ കോയിലിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് there is a ring. This is called a slip ring. അപ്പോൾ കോയിലിന്റെ ഒരു എൻഡ് ഈ സ്ലിപ്പ് റിംഗിൽ ഒരു സ്ലിപ്പ് റിംഗിലേക്കും മറ്റേ എൻഡ് മറ്റൊരു സ്ലിപ്പ് റിംഗിലേക്കും. there are two slip rings. എന്തിനാണ് ഈ സ്ലിപ്പ് റിംഗ് എന്ന് ചോദിച്ചാൽ, കോയിൽ കറങ്ങുമ്പോൾ കോയിലിൽ നിന്നാണല്ലോ നമുക്ക് കണക്ഷൻ കറണ്ട് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ കോയിലിന്റെ അറ്റം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ പിണഞ്ഞു പോകും. അപ്പൊ അങ്ങനെ പിണയാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കോയിലിന്റെ അറ്റം ഈ സ്ലിപ്പ് റിംഗുമായിട്ട് കണക്ട് ചെയ്ത് കോയിൽ കറങ്ങുമ്പോൾ ഈ റിംഗ് കറങ്ങും. ഈ റിംഗുമായിട്ട് ചേർന്ന് ഉരഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ഒരു കാർബൺ ബ്രഷ് അവിടെയുണ്ട്. ആ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വഴിയാണ് കണക്ഷൻ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഇവിടെ ഈ കോണ്ടാക്റ്റിൽ റിംഗ് ഇങ്ങനെ ഇതിനോട് ചേർന്നിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ റിംഗും കറങ്ങും. അപ്പൊ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ലിപ്പ് റിംഗിൽ നിന്ന് ഉരസി നിൽക്കുന്ന അതുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് കാർബൺ ബ്രഷ് ഗ്രാഫൈറ്റ് ബ്രഷ് വഴിയാണ് ഈ AC ജനറേറ്ററിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് എടുക്കുക. ഈ കോയിലിനെ കറക്കാനുള്ള ഒരു സംവിധാനമാണ്, ഒരു റോട്ടോർ സംവിധാനമാണ് ഇവിടെ കാണിച്ചിരിക്കുക. കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോൾ പീസസ് അവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നിങ്ങൾക്ക് തിയറിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവൊക്കെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വരയ്ക്കാൻ പറ്റിയ ഒരു ഡയഗ്രമാണ് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുക. യു ഹാവ് 2 പോൾ പീസസ് ഓഫ് എ മാഗ്നറ്റ്. കോയില് നമ്മൾ റെക്ടാങ്കുലർ വരച്ചു എന്നേ ഉള്ളൂ. റെക്ടാങ്കുലർ ആവണം എന്ന് നിർബന്ധമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ യു ഹാവ് എ കോയിൽ ഹിയർ. നമ്മളതൊരു വെർട്ടിക്കൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ വരച്ചിരിക്കുന്നു. ഈ ഡോട്ടഡ് ലൈനാണ് ഈ കോയിലിന്റെ ആക്സിസ്. കോയിലിൽ നിന്ന്
കോയിലിന്റെ രണ്ട് എൻഡുകൾ പുറത്തേക്കുണ്ട്. നമ്മൾ സ്ലിപ്പ് റിംഗ് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. കോയിൽ ഈ ആക്സിസിൽ യൂണിഫോം ആംഗുലർ സ്പീഡിൽ കറങ്ങും എന്ന് കരുതുക. നൗ ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് B ആണ്. ഈ കോയിലിന്റെ പ്ലെയിനിന്റെ ഏരിയ A ആണ്. കോയിലിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N ആണ്. കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന യൂണിഫോം ആംഗുലർ സ്പീഡ് ഒമേഗ ആണ്. നമ്മൾ ഒരു ഡയഗ്രാം കൂടി വരയ്ക്കുന്നു. ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ നേരെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ നോട്ട്ബുക്കാണ് എൻ്റെ കോയിൽ എന്ന് കരുതുക. റെക്ടാങ്കുലർ കോയിൽ ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നും കരുതുക. കോയിലിന്റെ ടോപ്പ് എഡ്ജ് ആണ് ഇത്. കോയിൽ ഇങ്ങനെയാ കറങ്ങുക, അല്ലെ മറുവശത്തേക്ക് ഡസൻ മാറ്റർ ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ കറങ്ങുന്ന ഈ കോയിലും മാഗ്നറ്റിക് പോൾ പീസും ഉണ്ട്. നേരെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് നോക്കിയാൽ എന്താ കാണുക? ഈ കോയിലിന്റെ ടോപ്പ് എഡ്ജ് കാണാം. ഇത് ആ ടോപ്പ് എഡ്ജ് ആണ്. ഇതാ ഇവിടെ ഫിഗറിൽ എൻ്റെ മൗസ് പോയിന്റർ നോക്കിയാൽ ഞാൻ ഈ വരച്ചിരിക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ എടുത്തൊരു സ്നാപ്ഷോട്ടാണ്. അതിനിടയിൽ കോയിലിന്റെ ടോപ്പ് എഡ്ജ് ആണ്. പിന്നെ എന്ത് കാണാം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കാണാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണ് B എന്നിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ടൈം 0-യിൽ കോയിൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ടൈം 0-യിൽ ഈ കോയിൽ ഇങ്ങനെയായിരുന്നു എന്ന് കരുതുക. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ. ഇൻ അതർ വേർഡ്സ്, കോയിലിന്റെ ഏരിയ വെക്ടർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അതിതാ കോയിലിന്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പാരലലാണ് അറ്റ് ടൈം 0. അതാണ് ഇവിടെ ഈ ഡോട്ടഡ് ലൈനിൽ കോയിലിന്റെ ഓറിയന്റേഷൻ ടൈം 0-യിൽ. ആ സമയത്ത് ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡും എയും പാരലലാണ് അറ്റ് ടൈം 0. ഒരു ഇത്തിരി കഴിഞ്ഞപ്പോൾ കോയിൽ കറങ്ങി വേറൊരു ലൊക്കേഷനിൽ ഓറിയന്റേഷനിലെത്തി. ഇപ്പൊ കോയിലിന്റെ ഏരിയ വെക്ടർ A ആണ്. മാഗ്നറ്റിക് ഫീൽഡും കോയിലിന്റെ ഏരിയ വെക്ടറും തമ്മിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ് എന്ന് കരുതുക. ടൈം T കൊണ്ട് എത്ര കറങ്ങും? ഇത് കറങ്ങുന്ന ആംഗുലർ സ്പീഡ് യൂണിഫോം സ്പീഡ് ഒമേഗ ആണെങ്കിൽ T ടൈം കൊണ്ട് ഇത് കറങ്ങാൻ പോകുന്നത് ഒമേഗ T എന്ന് പറയുന്ന ആംഗിൾ ആണ്. അപ്പൊ ടൈം 0-യിൽ ബിയും എയും പാരലാണെങ്കിൽ ടൈം T-യിൽ ബിയും എയും തമ്മിലുള്ള ആംഗിൾ ഒമേഗ T ആയിരിക്കും. ഫിഗർ ഒന്നുകൂടി ഇവിടെ വരച്ചിട്ടുണ്ട്. ലെറ്റ് B പാരലൽ ടു A എപ്പോ? when time is equal to 0. If that is the case, then angle between B and A at time T സമയം കഴിയുമ്പോൾ എയും ബിയും തമ്മിലുള്ള ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി. കാരണം കോയിൽ കറങ്ങിയ ആംഗിൾ ഒമേഗ ഇൻറ്റു ടി ആണ്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ നൗ? കോയില് കറങ്ങി കോയിലിന്റെ ഏരിയ വെക്ടറും ഫീൽഡ് വെക്ടറും തമ്മിൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഇതിന്റെ പ്ലെയിനിൽ കൂടി കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് ഫ്ലക്സ്. ആൻഡ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു B ഡോട്ട് A അല്ലെങ്കിൽ B ഇൻറ്റു A ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് A. നമ്പർ ഓഫ് ടേൺസ് N ഉണ്ടോ? ക്യാപിറ്റൽ N ആയതുകൊണ്ട് എല്ലാ ടേൺസിലും കൂടി ആകുന്ന ഫ്ലക്സ് എത്രയായിരിക്കും? B A കോസ് തീറ്റ ഇൻറ്റു N. So that is what is there in the screen. And cos theta is equal to, theta is omega T. So cos omega T. So flux linked with the coil at a time T is equal to phi, which is a function of time T. Phi of T is equal to BAN cos omega T. ഇവിടെ ഒരു നിമിഷം നോക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോയിൽ ഇങ്ങനെയായിരുന്നു, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകും, ഫ്ലക്സ് ഇസ് മാക്സിമം. 90 ഡിഗ്രി കറങ്ങിയപ്പോൾ കോയിൽ കറങ്ങാൻ എടുക്കുന്ന കോയിലിന്റെ ടൈം പീരീഡിന്റെ 4/1 സമയം കഴിയുമ്പോൾ 90 ഡിഗ്രി കറങ്ങി. സോ വാട്ട് ഈസ് ദ ഫ്ലക്സ് നൗ? ഏരിയ വെക്ടർ അങ്ങോട്ട്, ഫീൽഡ് വെക്ടർ ഇങ്ങോട്ട്, ഫ്ലക്സ് 0. വീണ്ടും 90 ഡിഗ്രി കറങ്ങി കഴിയുമ്പോൾ അങ്ങോട്ടിരുന്ന ഏരിയ വെക്ടർ ഇങ്ങോട്ടായി, ഫീൽഡ് വെക്ടർ ഓപ്പോസിറ്റ്. ഇപ്പൊ ഫ്ലക്സ് മാക്സിമം ആണ്, നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. B ഡോട്ട് A സൈൻ തീറ്റ ഇവിടെ സൈൻ 180 ഡിഗ്രി ആയി. ഒരു 90 ഡിഗ്രി കൂടെ കഴിയുമ്പോൾ അത് ഇങ്ങനെയായി, ഏരിയ വെക്ടർ അങ്ങോട്ടായി, ഫീൽഡ് വെക്ടർ ഇങ്ങോട്ടായി. അപ്പോഴും ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആണ്, ഫ്ലക്സ് ഇസ് 0. ഒരു 90 ഡിഗ്രി കൂടെ കറങ്ങിയപ്പോൾ പഴയ അവസ്ഥയിലെത്തി, ഫ്ലക്സ് ഇസ് മാക്സിമം. So as the coil is rotating, you can see the flux is changing
with time. As the flux is changing, EMF will be induced. What is the EMF induced? That is always, according to Faraday's law, d by dt of phi. So minus of d by dt of, instead of phi I substitute BAN cos omega t. So you have to differentiate this. B, A and N are constants. The only function is cos omega t. Cos omega t, if you differentiate with respect to time, differential minus omega sin omega t. So differentiate ചെയ്താൽ EMF minus BAN, minus sign already ഉണ്ടായിരുന്നു, into cos omega t യുടെ differential ആണ് എഴുതിയിരിക്കുക, minus omega sin omega t. So the EMF induced across the ends of the coil is BAN omega sin omega t. You can see that this BAN omega is a constant for a particular coil rotating with a particular angular speed. So if I want, I can write this as E is equal to E0 sin omega t. What is E0? E0 is equal to BAN omega. That is going to be the maximum value of the EMF produced, or it is called the peak value of the EMF, or it is sometimes called, it is the amplitude of the AC, voltage amplitude of the AC. Why is it the peak value? You can see in this equation, sin omega t, sin function maximum value എത്രയാണ്? 1 or minus 1. അപ്പോൾ sin omega t plus or minus plus 1 or minus 1 ആകുമ്പോൾ E യുടെ വാല്യൂ plus or minus BAN omega എന്ന് വരും. അതാണ് EMF ന് എടുക്കാവുന്ന maximum value, and that is why it is called maximum or peak value. അപ്പോൾ നമുക്ക് ഇത് സൈനുസോയിഡലി വേരിയിങ് EMF എന്ന് ആദ്യം പറഞ്ഞായിരുന്നു. അത് ചുമ്മാ പറഞ്ഞതല്ല. കോയില് കോൺസ്റ്റന്റ് ആംഗുലർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ്. അതിന് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. റൊട്ടേഷണൽ മോഷന്റെ ഒമേഗ ആംഗിൾ റൊട്ടേറ്റഡ് ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്ന് എഴുതി ഫ്ലക്സിനുള്ള ഇക്വേഷൻ എഴുതി. ഫ്ലക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് EMF കിട്ടി. അത് നാച്ചുറലി ഇറ്റ് കംസ് ഔട്ട് ടു ബി എ സൈൻ ഫംഗ്ഷൻ. Sin omega t varies between plus 1 and minus 1. So EMF varies between plus E0 and minus E0, plus BAN omega or minus BAN omega. By it you can see EMF changes polarity and current changes direction, and that is why it is called an alternating current. It's called an alternating current or AC current. നമ്മൾ AC വോൾട്ടേജ് എന്ന് പറയും. AC എന്ന് പറയുമ്പോൾ alternating current എന്ന് അവിടെ വന്നു കഴിഞ്ഞു. എന്നാലും പറയാനുള്ള ഒരു ഭംഗിയെ കരുതി നമ്മൾ എ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ AC കറണ്ട് അല്ലെങ്കിൽ AC വോൾട്ടേജ് എന്നാണ് അതിന്റെ ഒരു പ്രയോഗം. എന്താണ് ഈ പൊളാരിറ്റി മാറുക എന്ന് പറഞ്ഞ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. കോയിലിന്റെ എൻഡിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്, കോയിലിന്റെ എൻഡ് ഒരു എൻഡ് ഇതും ഒരു എൻഡ് ഇതുവാന്ന് വിചാരിക്കാം. ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും വിളിക്കാമെന്നും വിചാരിക്കുക. എന്താണ് പൊളാരിറ്റി മാറും എന്ന് പറഞ്ഞ അർത്ഥം? കോയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റൊട്ടേഷന്റെ പകുതി സമയം ടെർമിനൽ എ വിൽ ബി അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ ദാൻ ബി. അപ്പോൾ നമ്മൾ പറയും എ ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി. അടുത്ത പകുതി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബി ഈസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എ. സോ ബി ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ എയുടെയും ബിയുടെയും പോസിറ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കും. ഒരു റൊട്ടേഷനിൽ പകുതി സമയം എ പോസിറ്റീവ് ബി നെഗറ്റീവ്, അടുത്ത പകുതി സമയം ബി പോസിറ്റീവ് എ നെഗറ്റീവ്. അപ്പൊ ഞാൻ എയ്ക്കും ബിക്കും അക്രോസ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ ഒരു ലോഡ് കണക്ട് ചെയ്താൽ അതിൽ കൂടി കറണ്ട് എങ്ങനെയായിരിക്കും? കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പകുതി സമയം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് കറണ്ട് ഇങ്ങനെ ഒഴുകും, അടുത്ത പകുതി സമയം ബിയിൽ നിന്ന് എയിലേക്ക് ഒഴുകും. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് ആൻ ഓസിലേറ്റിംഗ് കറണ്ട്. അതാണ് AC കറണ്ടിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മാത്തമാറ്റിക്കലി ഓൾസോ യു നോ ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi nu, where nu is the frequency. Omega is 2 pi by t or 2 pi into nu. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ ഒമേഗയ്ക്ക് പകരം 2 pi nu എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? E is equal to epsilon 0 sin 2 pi nu t. ഈ ന്യൂ എന്താണെന്ന് മറന്നു പോകരുത്. നമ്മുടെ ജനറേറ്റർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ന്യൂ. ഇടുക്കിയില് മൂലമറ്റത്തെ ജനറേറ്റർ കറങ്ങുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അത് മാറിയാൽ നമുക്ക് കിട്ടുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി മാറും. ഇൻ ഇന്ത്യ ഇലക്ട്രിസിറ്റി ബോർഡുകൾ സപ്ലൈ ചെയ്യേണ്ട കറണ്ടിന്റെ ഫ്രീക്വൻസി ഇറ്റ് ഈസ് സപ്പോസ് ടു ബി അറ്റ് 50 ഹെർട്സ്. വളരെ ചെറിയ വേരിയേഷൻസ് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടാവൂ. ഒമേഗ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 2 pi by t. നമുക്ക് ഈ കറണ്ട് EMFന്റെ വേരിയേഷൻ നമുക്കൊരു ടേബിൾ എഴുതി ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം.
ഒരു ടേബിൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ടൈം എഴുതുന്നു. സെക്കൻഡ് കോളത്തിൽ ആംഗിൾ ഓർ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമേച്ചർ കോയിൽ കറങ്ങിയ ആംഗിൾ. തേർഡ് കോളത്തിൽ ആ ഇൻസ്റ്റന്റിലെ EMFന്റെ അളവ്. EMFന്റെ ഇക്വേഷൻ നമുക്കുണ്ട് E0 sin ഒമേഗ ടി. നമുക്ക് ടു സ്റ്റാർട്ട് വിത്ത് ടൈം 0, ആംഗിൾ 0. ഏതാംഗിളാ? കോയിലിന്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ 0. ഇവിടെയാണ് നമ്മൾ ടൈം 0യിൽ നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആംഗിൾ 0 ആണെങ്കിൽ ഒമേഗ ടി 0 ആണെങ്കിൽ ഒമേഗ ടി 0, ഒമേഗ ടി 0 ആണെങ്കിൽ സൈൻ ഒമേഗ ടി 0. അതുകൊണ്ട് EMF E0 സൈൻ ഒമേഗ ടി 0. ആദ്യത്തെ എൻട്രി മനസ്സിലായി. ഇനിയോ T/4, ക്യാപിറ്റൽ T/4 എന്ന് പറഞ്ഞാൽ കോയിലിന്റെ ടൈം പീരീഡിന്റെ 4/1. അപ്പൊ ഈ കോയില് 90 ഡിഗ്രി കറങ്ങും. അപ്പൊ ആംഗിൾ എത്രയാ? π/2. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ടിയുടെ വാല്യൂ T/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഒമേഗ 2π/t ഇൻറ്റു T/4 എന്ന് ചെയ്താൽ π/2 എന്നാ കിട്ടുക. ഇനി അതൊന്നും വേണ്ട, നമുക്ക് ഫിസിക്കലി ആലോചിച്ചാൽ മാത്രം മതി. ടൈം പീരീഡിന്റെ 4/1 പറഞ്ഞാൽ 4/1 കറങ്ങും. 4/1 കറങ്ങിയാൽ 90 ഡിഗ്രി കറങ്ങും, അഥവാ റേഡിയനിൽ പറഞ്ഞാൽ π/2 കറങ്ങും. And sin π/2, sin omega t is now π/2. Sin 90 is 0. Sorry, sin 90 is 1. Therefore, the EMF is plus E0. E is equal to E0 into sin omega t. Sin omega t is now plus 1. So, you get plus E0. ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് പറഞ്ഞത്. നമ്മുടെ ഫീൽഡ് ഇങ്ങനെയാണെന്ന് ആലോചിച്ചോണം. നമ്മളുടെ ഏരിയ വെക്ടർ അങ്ങോട്ട്. അടുത്ത ഒരു T/4 കൂടെ കഴിഞ്ഞു. അപ്പം ടോട്ടൽ ടൈം T/2 ആയി. അപ്പോഴോ അപ്പൊ എന്തായി? ഇത്രയായി. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഏരിയ വെക്ടർ അങ്ങോട്ടാ, ഇങ്ങോട്ടാ. ഫീൽഡ് വെക്ടർ അങ്ങോട്ടാ. തമ്മിലുള്ള ആംഗിൾ പൈ. ആൻഡ് സൈൻ പൈ ഈസ് 0. സൈൻ പൈ 0 ആണെങ്കിൽ EMF E is equal to 0. ഒരു ക്വാർട്ടർ റൊട്ടേഷൻ കൂടെ കഴിഞ്ഞു. അപ്പൊ ടൈം പീരീഡിന്റെ 4/3, 3/4 ഓഫ് എ ടൈം പീരീഡ്. അപ്പൊ കോയിൽ ഇവിടെ എത്തി. കറങ്ങിയ ആംഗിള് എത്രയാണ്? ഡിഗ്രിയിൽ പറഞ്ഞാൽ 270 ഡിഗ്രി ഓർ 3 times π/2. 90 ഡിഗ്രി കറങ്ങിക്കഴിഞ്ഞു. ആൻഡ് സൈൻ 270 ഡിഗ്രി is, അല്ല, സൈൻ ഓഫ് 3π/2 is -1. And therefore E is equal to minus E0. ഒരു T/4 കൂടെ കഴിഞ്ഞു. അപ്പൊ ഫുൾ റൊട്ടേഷൻ ആയി. ടൈം ക്യാപിറ്റൽ T ആയി. ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഒമേഗ ടി ഫേസ് ഈക്വൽ ടു 2π. സൈൻ 2π is 0. EMF is 0. അപ്പൊ EMF as the coil rotates by 360 degree or in one time period, EMF from 0 to plus E0, 0 minus E0 and back to 0. നമുക്ക് ഇത് ഒന്ന് പ്ലോട്ട് ചെയ്യാം. സൈനുസോയിഡൽ ഫങ്ഷൻസ് നിങ്ങൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. ലുക്ക് അറ്റ് ദ ഗ്രാഫ്. On the x-axis, I have phase or omega t. Y-axis, we are plotting the EMF value. So, time 0, EMF is 0. When the angle omega t is equal to π/2, EMF is plus E0. തൊട്ട് മുമ്പ് നമ്മൾ വരച്ച ടേബിളിലുണ്ട്. When omega t phase is pi, EMF is again 0. Omega t phase is 3π/2, EMF is negative maximum minus E0. Phase is 2π, EMF is back to 0. X-axis നമുക്ക് ഫേസിന് പകരം സപ്പോസ് യു പ്ലോട്ട് ടൈമിലും പ്ലോട്ട് ചെയ്യാം. അപ്പൊ 90 ഡിഗ്രിയുടെ സ്ഥാനത്ത് T/4, 180 ഡിഗ്രിയുടെ സ്ഥാനത്ത് T/2, ടൈം പീരീഡിന്റെ പകുതി. 270 ഡിഗ്രിയുടെ താഴെ 3/4 ഓഫ് ടൈം പീരീഡിന്റെ മുക്കാൽ, 1 ടൈം പീരീഡ്. സോ EMF ഗോസ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഒരു കാര്യം ഓർക്കുക, EMF 0 ആകുന്നത് ഇങ്ങനെ വെച്ചപ്പോൾ ഫീൽഡ് ഇങ്ങനെയാന്ന് പറഞ്ഞായിരുന്നു. ഫീൽഡും ഏരിയ വെക്ടറും പാരലൽ ആകുമ്പോൾ EMF 0 ആണ്. EMF 0 ആണ്. ഫ്ലക്സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലക്സ് മാക്സിമം ആണ്, EMF 0 ആണ്. ഒരു കുഴപ്പമില്ല. EMF ഫ്ലക്സിന്റെ വാല്യൂ അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് 0 ആകുമ്പോഴാണ് EMF 0 ആകുക. ഈ ഇൻസ്റ്റന്റിൽ ടൈം 0യിൽ ഫ്ലക്സ് ഈസ് മാക്സിമം, EMF is 0. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ഓറിയന്റേഷനിൽ ഇത് കറങ്ങുമ്പോൾ ഫ്ലക്സിന് വരുന്ന ചേഞ്ച് ഇവിടെ 0 ആണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലക്സ് 0 ആണ്, EMF മാക്സിമം ആണ്. നിങ്ങൾ നോക്കൂ, ഈ അവസ്ഥയിൽ നിന്ന് ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങി കഴിഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇവിടെ മാക്സിമം ആണ്, ഫ്ലക്സ് മിനിമം ആണ്, 0 ആണ്, EMF മാക്സിമം ആണ്. തിരിച്ചിങ്ങനെ വന്നു, ഏരിയ വെക്ടർ ഇങ്ങോട്ട്, ഫീൽഡ് വെക്ടർ അങ്ങോട്ട്. ഫ്ലക്സ് ഇസ് നെഗറ്റീവ് മാക്സിമം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇസ് 0, EMF ഇസ് 0. തിരിഞ്ഞിങ്ങനെ വന്നു. ഇപ്പോ ഫ്ലക്സ് 0, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് മാക്സിമം, EMF മാക്സിമം, നെഗറ്റീവ് മാക്സിമം ആൻഡ് സോ ഓൺ. ഇതിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ AC പറയുമ്പോൾ ACയുടെ ആവറേജ് വോൾട്ടേജ് ഒരു ഫുൾ സൈക്കിളിൽ 0 to 2π ആവറേജ് വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ 0 ആണ്. കാരണം പകുതി സമയം ഇത് പോസിറ്റീവാണ്. ഈ പോസിറ്റീവും ഈ നെഗറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ടൈമിൽ ആവറേജ് എടുത്താൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 0, ബിക്കോസ് എത്രമാത്രം പോസിറ്റീവ് ആണോ ഇറ്റ് ഈസ് ഈക്വലി നെഗറ്റീവ് ഫോർ ഈക്വൽ ടൈം ഇന്റർവൽ. അപ്പോൾ അതുകൊണ്ട് ACയുടെ വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ഒരു സൈക്കിളിൽ അല്ലെ 2 സൈക്കിളിൽ അല്ലെ 3 സൈക്കിളിൽ ഫുൾ സൈക്കിളുകളിൽ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഫംഗ്ഷന്റെ ആവറേജ് 0 ആയതുകൊണ്ട് യു ആർ ഓൺലി ഗോയിങ് ടു ഗെറ്റ് 0. Now let's do one numerical problem. Exercise number 6.6 in your text. A circular coil of radius 8 cm and 20 turns is rotated about its vertical diameter with an angular speed of 50 radian per second in a uniform horizontal magnetic field of magnitude 3 into 10 raised to minus 2 Tesla. Obtain the maximum and average EMF induced in the coil. If the coil forms a closed loop of resistance 10 ohm, calculate the average power loss due to Joule heating. Where does this power come from? നിങ്ങൾ ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കണം. ഞാൻ ഈ ചോദ്യം വളരെ പെട്ടെന്ന് പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത AC ജനറേറ്ററിന്റെ കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സർക്കുലർ കോയിലാണ് തന്നിരിക്കുക, റെക്ടാങ്കുലർ അല്ല, ഡസന്റ് മാറ്റർ. ഈ സർക്കുലർ കോയിലിന്റെ ഏരിയ റേഡിയസ് തന്നിട്ടുണ്ട്, ഏരിയ അറിയാം, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ വരച്ചതുപോലെ തന്നെയാണ്, വെർട്ടിക്കൽ ആക്സിസിലാണ് കറങ്ങുക. അപ്പൊ നമ്മൾ ജനറേറ്റർ എങ്ങനെ വരച്ചോ അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മുടെ ഈ സർക്കുലർ കോയിലിൽ നിന്ന് കറങ്ങുന്നു. ഒരു ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഉണ്ട്. കോയിലുമായിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. സോ ലെറ്റ് us list down what is given in the problem. Radius of the coil 8 cm or 8 into 10 raised to minus 2 meter. Therefore, we can calculate the area pi r square, and that will be, if you do the calculation, it will come out to be 2 into 10 raised to minus 2 meter square. Number of turns 20. Angular speed omega 50 radian per second. 50 radian per second ആണ് ആംഗുലർ സ്പീഡ്. ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസി എന്നാൽ നമ്മൾ ഒമേഗ കിട്ടാൻ 2π ന്യൂ ചെയ്യണം. And then you have the magnetic field 3 into 10 raised to minus 2 Tesla. And R, the coil is connected to a resistor. കോയിലും ആ റെസിസ്റ്റർ ഉൾപ്പെടെ എൻറ്റയർ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് 10 ohm ആണ്. ജനറേറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? E is equal to BAN omega sin omega t. And what is the amplitude or peak value? E maximum വാല്യൂ. ഈ 0 എന്ന് നേരത്തെ എഴുതി, പ്രോബ്ലത്തിൽ ഞാൻ ഈ മാക്സിമം ആണെന്ന് സൂചിപ്പിക്കാൻ അങ്ങനെ എഴുതിയതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി BAN ഒമേഗ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബിയുടെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഒമേഗ. സോ ഇഫ് യു കാൽക്കുലേറ്റ് 0.603 വോൾട്ട് എന്ന് കിട്ടും. Then you are asked what is the average EMF. എത്ര ആവറേജ് EMF? ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഫുൾ സൈക്കിളിൽ ആവറേജ് എടുത്താൽ ആവറേജ് വാല്യൂ is going to be 0 because it is positive, and for equal time with equal strength it is negative in the next half cycle. So if you take the average EMF, it is going to be 0. Now you are asked what is the power dissipated if you are connecting it to a 10 ohm circuit.
പവറിന് ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ പവർ കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ V ഇൻറ്റു I ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, AC-യുടെ വോൾട്ടേജും കറണ്ടും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രോബ്ലത്തിന്റെ ഈ ഭാഗം വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോകും. എന്നാൽ ഇവിടെ തൽക്കാലം ചെയ്യും, പുസ്തകത്തിലുള്ള ചോദ്യം ആയതുകൊണ്ട് നമ്മളത് വർക്കൗട്ട് ചെയ്യും. പക്ഷെ അത് മുഴുവൻ മനസ്സിലാക്കാൻ യു വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ നെക്സ്റ്റ് ക്ലാസ് ഓർ ദ ഫസ്റ്റ് ക്ലാസ് ഇൻ ദി നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് alternating currents. ഓക്കെ, ഏതായാലും നമുക്ക് Imax കൂടി ഒന്ന് കണ്ടുപിടിക്കാം. Emax ഉണ്ടല്ലോ, അതുകൊണ്ട് Imax മാക്സിമം കറണ്ട് കണ്ടുപിടിക്കാൻ ഓംസ് ലോ. വോൾട്ടേജ് മാക്സിമം ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് 10 ആയതുകൊണ്ട് വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. Imax is 0.0603 ആംപിയർ എന്ന് കിട്ടും. Now the average power is equal to half into Emax into Imax. മാക്സിമം പവർ അല്ല ഈ എഴുതിയിരിക്കുന്നത്, ആവറേജ് പവർ ആണ്. മാക്സിമം പവർ കിട്ടാനായിരുന്നെങ്കിൽ Emax ഇൻറ്റു Imax എന്ന് എഴുതിയത്. നിങ്ങൾക്ക് ചോദിക്കാം, ഈ ആവറേജ് ഇൻറ്റു I ആവറേജ് എന്നല്ല എഴുതേണ്ടത്. AC-യിൽ ആവറേജിന് പകരം എടുക്കേണ്ട വാല്യൂ Emax ഡിവൈഡ് ബൈ √2 ആണ്. കറണ്ടിന്റെ ആവറേജിന് പകരം എടുക്കേണ്ടത് Imax ഡിവൈഡ് ബൈ √2 ആണ്. അതെങ്ങനെ വരുന്നുള്ളത് പിന്നെ പറഞ്ഞു തരാന്നാണ് പറഞ്ഞത്. അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ Emax ബൈ √2 ഇൻറ്റു Imax ബൈ √2 ചെയ്താൽ കിട്ടാൻ പോകുന്നതാണ് 1/2 ഇൻറ്റു Emax ഇൻറ്റു Imax. അപ്പൊ AC സർക്യൂട്ടിന്റെ പവറിന് ഈക്വേഷൻ ഉപയോഗിക്കാം. ആൻഡ് ഇഫ് യു യൂസ് ദാറ്റ് വാല്യൂസ് നമുക്കുള്ളതാണ് 0.018 വാട്ട്സ്. ഒരു ചോദ്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഈ എനർജി കോയില് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത്ര എനർജി റെസിസ്റ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഈ എനർജി എവിടെ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഈ പവർ എവിടെ നിന്ന് കിട്ടിയതാണ്? ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദിസ് പവർ ഡിസിപ്പേഷൻ എന്നാണ് ചോദ്യം. അതിന് ഒരു കോയില് നമ്മൾ കറക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇഫ് യു അസ്യൂം ദ ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ, ഈ കോയിൽ കറക്കാനായിട്ട് എനർജി ആവശ്യമില്ല. കാരണം കോയിൽ കറക്കാനായിട്ട് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ കറക്കാൻ എനർജി ആവശ്യമില്ല. പക്ഷേ ഒരു AC ജനറേറ്ററിന്റെ കോയിൽ നിങ്ങൾ കൈകൊണ്ട് കറക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കാണും ഹ്യൂജ് എമൗണ്ട് ഓഫ് ടോർക്ക് ഈസ് റിക്വയർഡ്. നല്ല ടോർക്ക് ഉണ്ടെങ്കിൽ അത് കറക്കാനായിട്ട് കഴിയും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ലെൻസസ് ലോയാ. കാരണം ഈ കോയിൽ കറങ്ങുമ്പോൾ കോയിൽ കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്. കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അതിനെന്തിനാ ശ്രമിക്കുക? ഇതിന്റെ കറക്കത്തെ ഒപ്പോസ് ചെയ്യാനാണ്. കാരണം കറക്കമാണ് ചേഞ്ച് ഇൻ ഫ്ലക്സിന്റെ കാരണം. സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഒപ്പോസ് ദി റൊട്ടേഷൻ ഓഫ് ദ കോയിൽ. അപ്പൊ ഇതിനെ കറക്കണമെങ്കിൽ ടോർക്ക് വേണം. ആ ടോർക്ക് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ കൈകൊണ്ട് നമ്മളുടെ മസ്കുലർ എനർജി നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇടുക്കിയിൽ ചെയ്യുന്നത് വെള്ളം, വളരെ ശക്തിയിൽ വെള്ളത്തെ വീഴ്ചിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ്, അല്ല ഡീസൽ കത്തിക്കണം. അപ്പൊ കോയിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റോട്ടോറിനെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് കറക്കിയാൽ മാത്രമേ കറങ്ങൂ. കാരണം അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു ടോർക്ക് ഉണ്ട്, ബിക്കോസ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇറ്റ് ഒപ്പോസസ് ദി റൊട്ടേഷൻ ഓഫ് ദ കോയിൽ. അപ്പൊ ഈ ടോർക്ക് അല്ലെ എനർജി കൊടുത്താലേ ഇത് കറങ്ങും. സോ യു ഹാവ് ടു സ്പെൻഡ് പവർ, യു ഹാവ് ടു സ്പെൻഡ് എനർജി. അത് റോട്ടോറാണ്. അത് ചിലപ്പോൾ കൈകൊണ്ട് കറക്കാം, അല്ലെ ഡീസൽ കത്തിച്ചിട്ട് കറക്കാം, അതല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് ആവാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് കംസ് ഫ്രം ദി റോട്ടോർ. പവർ കംസ് ഫ്രം ദി എക്സ്റ്റേണൽ റോട്ടോർ. ടർബൈൻ എങ്ങനെയാണോ കറങ്ങുന്നത് അതിനുള്ള മെക്കാനിക്കൽ എനർജിയാണ് ഇവിടെ നമുക്ക് കോയിലിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുക. സോ ടുഡേസ് ഡിസ്കഷൻ we are coming to an end. ഒരു ചെറിയ പ്രോബ്ലം ചെയ്തു. We discussed the working principle of an AC generator. So what is the principle of an AC generator? In one word, electromagnetic induction. You rotate a coil about an axis perpendicular to a magnetic field. Flux varies sinusoidally and thereby resulting in a sinusoidally varying EMF. Equation is E is equal to E0 sin omega t, or and E0 is equal to BAN omega. ഒന്നുകൂടി മനസ്സിലൊന്ന് പറയുക, BAN omega. So if you want large EMF, B കൂടുതൽ വേണം, A area of the coil കൂടുതൽ വേണം, N number of turns of the coil കൂടുതൽ വേണം, and omega കറങ്ങുന്ന സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ അത് നല്ലതാണ്. So you have huge coils, large number of turns rotating. അപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്ക് പുതിയ ഒരു അധ്യായവുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.